ഇവിടെയിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ GDP ഗ്രോത്ത് ആണ്. GDP ഇന്ത്യ 8.2% ഗ്രോത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സെക്കൻഡ് ക്വാർട്ടറിൽ. അതായത് ഈ ഫിസ്ക്കൽ ഇയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏപ്രിൽ ടു, അതായത് ഒരു വർഷത്തെ ഏപ്രിൽ മുതൽ നെക്സ്റ്റ് ഇയർ മാർച്ച് 31 വരെയാണ് ഈ ഫിസ്ക്കൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ജൂൺ, അതാണ് ഫസ്റ്റ് ക്വാർട്ടർ. സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, ഇതാണ് സെക്കൻഡ് ക്വാർട്ടർ. ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും അമേരിക്കയുടെ 50% താരിഫ് എന്നുള്ള ഒരു ഭീഷണിയിൽ തന്നെയാണ് നമ്മൾ തുടർന്നത്. അതിനെ തുടർന്ന് നമ്മളുടെ എക്സ്പോർട്ട് മേഖലയൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് വന്നിരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു Q2, അതായത് ഈ ക്വാർട്ടർ ടു, സെക്കൻഡ് ക്വാർട്ടറിൽ ഇന്ത്യ നേടിയ ഈ ഒരു GDP വളർച്ചയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം കൈവരുന്നത്. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എല്ലാ ക്വാർട്ടറിലും നമുക്ക് GDP ഇവാലുവേഷൻ ചെയ്യപ്പെടുന്നുണ്ട്, അപ്പം അതിൻ്റെ വളർച്ചാ നിരക്ക് നമ്മൾ പരിശോധിക്കുന്നുണ്ട്, എല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ഇത്തവണത്തെ GDPക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ 50% താരിഫ് ഇട്ട് ഇന്ത്യയെ അങ്ങ് മുക്കിക്കളയുമെന്ന് പറഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ പ്രസ്താവന ഇന്ത്യയുടെ ഇത്രയും അഗ്രസീവായിട്ട് ലോകത്ത് തന്നെ ഫാസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആയിട്ട് മുന്നോട്ട് കുതിച്ച് ചാടി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫാസ്റ്റ് മൂവിങ് ട്രെയിനാണ് ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത്. അതിനെ ചങ്ങലക്കിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് ട്രംപ്. അപ്പോൾ ആ ട്രംപിനെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ നിന്നും പലരും ഇതേപോലത്തെ സ്റ്റേറ്റ്മെന്റുകൾ, എന്തിനു വേദം പല സോക്കാൾഡ് മാധ്യമപ്രവർത്തകരൊക്കെ അമേരിക്ക 50% താരിഫ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇനി ഇന്ത്യ മുന്നോട്ട് പോകില്ല, ഇന്ത്യയുടെ വളർച്ചയെ അത് ഭയങ്കരമായി ബാധിക്കും എന്നുള്ള നിലയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ തന്നെ പലരും തെറ്റിദ്ധാരണ പരത്തി. അതായത് അവർക്ക് എക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദം എടുത്തുള്ള ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അവർ ആധികാരികമായിട്ട് മുന്നോട്ട് വെച്ചത്. ശരിയാണ്, പല മേഖലകളിൽ നമ്മൾ ഇതിനകത്ത് ഇഴകേറി പരിശോധിച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ന്യൂആൻസസ് നമുക്ക് കാണാൻ കഴിയും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഓവറോൾ 8.2% ഗ്രോത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ 6-7 ക്വാർട്ടറുകളായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ 6-7 ക്വാർട്ടർ പോലും ഇല്ല, 10 ക്വാർട്ടറുകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ 8.2 വളർച്ചാ നിരക്ക് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ അത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നോമിനൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 8.7% ആണ്. അതാണ് ആക്ച്വൽ ഗ്രോത്ത്. ഓവറോൾ ഓൾ ദ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 8.7% ആണ് ഗ്രോത്ത്. ഇതിനകത്ത് ഇൻഫ്ലേഷൻ ഇതിനകത്ത് നമുക്ക് നീക്കിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 8.2%, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓവറോൾ ആനുവലി നമ്മുടെ ഗ്രോത്ത് പ്രഡിക്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളൊരു 7.4 to 7.5% ഗ്രോത്ത് മസ്റ്റായിട്ട് നമ്മൾ രേഖപ്പെടുത്തും ആനുവലി. ഇതുകൊണ്ടുണ്ടാകുന്ന മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ ലോകത്തിന് നമ്മളൊരു മെസ്സേജ് കൊടുക്കുകയാണ്, ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ 7.5% ഗ്രോത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളൊരു വാഗ്ദാനമാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ, അത് ഇന്ന് രാവിലെ തൊട്ട് തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ബൂം ചെയ്ത് പോകുന്നൊരു സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി തുടർന്ന് ഇന്ത്യക്കുള്ളിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഡൊമസ്റ്റിക് കമ്പനികൾ നോക്കി ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം ഇത്തവണ ഇന്ത്യക്കുള്ളിൽ ഗ്രോത്ത് രേഖപ്പെടുത്തിയ 2 സുപ്രധാന മേഖലകളാണ് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനകത്ത് ഒന്ന് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, പിന്നെ ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് കൺസ്ട്രക്ഷൻ മേഖല. ഈ 2 മേഖലകളാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് കൺസ്ട്രക്ഷൻ മേഖല ഏതാണ്ട് 7.1% ഗ്രോത്തും അതേപോലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി 9.1% ഗ്രോത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിമാർക്കബിളി ഇത് മാസീവ് ആയിട്ടുള്ള ഗ്രോത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മറ്റൊരു വശം എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ മറ്റൊരു വശം ഗവൺമെന്റിന്റെ സ്പെൻഡിങ്. അത് നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഗവൺമെന്റ് നടപ്പിലാക്കിയ 2 പദ്ധതികൾ, അതിലൊന്ന് ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. കഴിഞ്ഞ ബഡ്ജറ്റിന് മുമ്പ് തന്നെ നിർമ്മലാ സീതാരാമൻ ഇതിനെക്കുറിച്ചുള്ള ഒരു ടാക്സ് കട്ട്, അതായത് ടാക്സിന്റെ സ്ലാബിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് നടത്തിയ GST റിഫോർമേഷൻ, ഈ GST റിഫോർമേഷനിൽ സ്ലാബ് കട്ട് കൊണ്ടുവന്നത്, ഇത് രണ്ടും തന്നെ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ GDP ഗ്രോത്തിൽ. അത് നമുക്ക് അൺഡിനേബിൾ ട്രൂത്ത് ആണ്. ഇതിനകത്ത് ഒരു വിഷയം കൂടി മനസ്സിലാക്കേണ്ടത്, ഗവൺമെന്റിന്റെ GST വരുമാനത്തിൽ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്, അത് വേറൊരു വിഷയം. ഡിഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിൽ കുറച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം പക്ഷേ എന്നിരുന്നാലും സെൻട്രൽ ഗവൺമെന്റിന് കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ടുള്ള വരുമാനങ്ങൾ വേറെ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ അവർക്ക് റിസർവ് ബാങ്കിന്റെ ഡിവിഡൻഡ് കിട്ടും, പല റിട്ടേൺസും ഗവൺമെന്റിന് കിട്ടാറുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന് തീർച്ചയായിട്ടും ഈ ഒരു GSTയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ശരിക്കും സെൻട്രൽ ഗവൺമെന്റ് നികത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു സൈഡിലൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓവറോൾ നമ്മുടെ പ്രൊജക്ഷനിൽ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും, അതായത് പ്രെഡിക്റ്റ് ചെയ്തിരുന്നത് 7.5% ഗ്രോത്ത് ആണ് മാക്സിമം പ്രെഡിക്റ്റ് ചെയ്തിരുന്നത്. ഇതിനകത്ത് SBI മാത്രമാണ് 7 to 8% ഗ്രോത്ത് പ്രെഡിക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ അതേസമയം ഗ്ലോബൽ മീഡിയ, റോയിട്ടേഴ്സ് പോലത്തെ പത്രങ്ങൾ, അതേപോലെ തന്നെ മറ്റുള്ള ബിസിനസ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എക്കണോമിസ്റ്റുകളെല്ലാം തന്നെ വിലയിരുത്തിയിരുന്നത് 6.8% to 7.4% ആണ് പ്രെഡിക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് 8.2% എന്ന് പറയുന്നത് ഒരു റിമാർക്കബിൾ ഗ്രോത്ത് ആയിട്ട് തന്നെയാണ് ഇന്ത്യ വൈബ്രന്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി എന്നുള്ളത് ഒന്നുകൂടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഇപ്പോൾ ഇതിനകത്ത് 2-3 പേർക്കാണ് സ്ലാപ്പ് കിട്ടിയിരിക്കുന്നത്. അതിലൊന്ന് ഡൊണാൾഡ് ട്രംപ് താരിഫ് വെച്ചിട്ട് ഇന്ത്യയെ പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല, ആ രീതിയിലാണ് ഭയങ്കരമായിട്ട് ഇന്ത്യയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതായത് അമേരിക്ക ഇവിടെ ഇൻവാലിഡ് ആകുകയാണ്, അപ്രസക്തമാകുകയാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് IMF 2 മാസങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യയെക്കുറിച്ച്
പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രാജ്യമാണ്, സ്റ്റിൽ അവരുടെ ഗ്രോത്ത് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് സൈൻ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ടും സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്തിറക്കിയിരുന്ന IMF ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് പബ്ലിഷ് ചെയ്യാണ്. എന്താണ്, അതായത് സി ലെവലിലാണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് അവർ സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയത്. അപ്പൊ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതായത് ഇന്ത്യക്കുള്ളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ IMFന്റെ റിപ്പോർട്ട്, അതേപോലെ തന്നെ വലിയ വലിയ ഗോൾഡ്മാൻ സാക്സ്, അതേപോലെ JP മോർഗൻ, ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റുകൾ പലരും ചെയ്യാറുള്ളത്. മാസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ IMF പോലത്തെ ഒരു സ്ഥാപനം അവരുടെ ട്രസ്റ്റ് തന്നെ ഇപ്പൊ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ, അതായത് ചില കാര്യങ്ങൾ ഫാക്ട് ആയിരിക്കും, ആ ഫാക്ടിന് വിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രത്യാഘാതം എന്താണ്? അവരുടെ സ്റ്റഡി മെറ്റീരിയൽ, അവരുടെ റിസർച്ച് ചെയ്യുന്ന ഫാക്ട് ഡേറ്റ തെറ്റാണെന്നുള്ളതാണ് അത് പ്രൂവ് ചെയ്യുന്നത്. അതിന് IMFന്റെ സ്റ്റേറ്റ്മെന്റ് വരെ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നത്. ഈ താരിഫിന്റെ പ്രശ്നം വന്ന സമയത്ത് തന്നെ ആവർത്തിച്ച് പറഞ്ഞിരുന്നു, ട്രംപിന്റെ താരിഫ് ഇന്ത്യയുടെ ആ ഒരു മാസീവ് ആയിട്ടുള്ള ഗ്രോത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒന്നും തന്നെ ഇന്ത്യയെ ചെയ്യാനില്ല എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്കുള്ളിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ ഡെവലപ്മെന്റ് നടത്താനുള്ള ഒരുപാട് ഏരിയ ഉണ്ട്. നിങ്ങൾ ഒരു ഡെവലപ്ഡ് രാജ്യം പോലെ അല്ല ഇന്ത്യ ഡെവലപ്പിംഗ് സ്റ്റേജിൽ ഇരിക്കുന്നതാണ്. അതും ഒരുപാട് ഡെവലപ്മെന്റ്സ് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള രാജ്യമാണ്. അപ്പൊ അതായത് എത്ര ചെലവ്, ഇപ്പം എത്ര തന്നെ കോസ്റ്റ് കൂടിയാലും, ഇൻഫ്ലേഷൻ തന്നെ നമ്മുടെ രാജ്യത്ത് പല മടങ്ങായിട്ട് ഉയർന്നു പൊന്തുന്നു വെച്ചോ, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യക്കുള്ളിൽ നമുക്ക് ഇന്ന് ചെയ്യേണ്ട, മാറ്റിവെച്ച് കളയാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ തക്ക രീതിയിലുള്ള കാരണങ്ങളല്ല, നമുക്ക് മസ്റ്റായിട്ടും ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നുള്ള നിർബന്ധ സാഹചര്യങ്ങളുള്ള ഒരുപാട് വർക്കുകൾ ഇന്ത്യക്കുള്ളിലുണ്ട്. അപ്പൊ അത് ശരിക്കും നമ്മുടെ ഗ്രോത്തിൽ അതൊരു മുതൽക്കൂട്ടാണ്. തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ഇപ്പൊ കൺസ്ട്രക്ഷൻ മേഖല ഇത്രമാത്രം മുന്നോട്ട് കുതിച്ചു ഉയരുന്നതിന്റെ കാരണം എന്താണ്? തീർച്ചയായിട്ടും ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ മേഖല എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട മേഖലയല്ല. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഇനി എത്ര ഇൻഫ്ലേഷൻ ആണ്, ഇനി എത്ര താരിഫ് ആണെന്ന് പറഞ്ഞാലും ഇന്ത്യക്കുള്ളിലുള്ള ഡെവലപ്മെന്റ്സ് നടക്കും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, 2015 മുതൽ 2025 വരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കൂ ചാർട്ട്. 2.1 ട്രില്യൺ ആണ് 2015 ഇന്ത്യയുടെ GDP. ഇന്ന് 4.2 ട്രില്യൺ ആണ് ഇന്ത്യയുടെ GDP. അപ്പൊ അതായത് നേരെ 100.5%, അതായത് 105% ഇതിന്റെ ഗ്രോത്ത്. നിങ്ങൾ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും നോക്കുക, അവരുടെ ഗ്രോത്ത് എന്താണ്? കാരണം എന്താണ്? അവർക്ക് ഡെവലപ്പ്, അതായത് അവരുടെ രാജ്യത്തിൽ മാക്സിമം ഇൻഫ്രാസ്ട്രക്ചർ മേഖലയൊക്കെ അവിടെ ഡെവലപ്ഡ് ആണ്. ചൈനക്കുള്ളിലൊക്കെ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഓവറോൾ ഫിനിഷ്ഡ് ആണ്. ഇനി അവരുടെ റൂറൽ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും റോഡ് ഇടാനുണ്ടോ, ഇനി എവിടെയെങ്കിലും പാലം പണിയാനുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ തെരഞ്ഞു പിടിച്ച് പണിയേണ്ട സാഹചര്യമാണ്. പക്ഷേ ഇന്ത്യക്കുള്ളിൽ അങ്ങനെയല്ല. ഇന്ത്യക്കുള്ളിൽ നോക്കുന്ന സ്ഥലത്തെല്ലാം റോഡ് പണിയാനുണ്ട്, നോക്കുന്ന സ്ഥലത്തെല്ലാം പാലങ്ങൾ പണിയാനുണ്ട്, നോക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൺസ്ട്രക്ഷൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മാസീവ് ആയിട്ടുള്ള പോസിബിലിറ്റി ഉള്ള സ്ഥലം ഇവിടെ ഇരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ ഗ്രോത്ത് വരാതിരിക്കുക? ഗ്രോത്ത് തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അടുത്തൊരു 10 വർഷത്തേക്കായാലും ശരി, 15 വർഷത്തേക്കായാലും ശരി തന്നെ ഇന്ത്യക്കെതിരെ ആരെല്ലാം വന്നിട്ട് ഞാൻ താരിഫ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നെങ്കിൽ അവർക്കാണ് നഷ്ടം, ഇന്ത്യക്കില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ ഇനി കാര്യങ്ങളൊന്നും പറയുന്നില്ല. അഗ്രികൾച്ചർ മേഖലയിൽ 3.5% ആണ് അതിന്റെ ഗ്രോത്ത്. ആ മേഖല കുറച്ചുകൂടെ ഇന്ത്യ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 3.5% ഗ്രോത്ത് മോശം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷെ അതിൽ ഇനിയും ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയൊക്കെ ഒരു പരിധി ആകുമ്പോഴത്തേക്കും അതിനൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ ഈ അഗ്രികൾച്ചർ മേഖല എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അത് കുറച്ചുകൂടെ പുഷ്ടിപ്പെടുത്തി കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഒരുപാട് എക്സ്പോർട്ട് സാധ്യതകളുള്ള ഒരു മേഖലയും കൂടിയാണ് ഈ അഗ്രികൾച്ചർ മേഖല. കാരണം ഇന്ത്യയിൽ നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷൻ മാത്രമല്ല, എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ഒരുപാട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മേഖലയും കൂടിയാണ്. ഈ അഗ്രികൾച്ചർ മേഖല ഈ ഒരു 3.5% ഇങ്ങനെ നിന്നതിൽ പ്രധാനമായിട്ട് ഈ ഒരു താരിഫിനെ വേണമെങ്കിൽ നമുക്ക് അവിടെ ചൂണ്ടിക്കാണിക്കാം. കാരണം നമ്മൾ ഒരു ഫ്ലോ ഉണ്ടായിരുന്നു, ഈ ചെമ്മീൻ കയറ്റുമതി ആയിക്കോട്ടെ, ഇതേപോലത്തെ കുറച്ച് അഗ്രികൾച്ചർ പ്രോഡക്റ്റിന്റെ ഒരു ഫ്ലോ ഉണ്ടായിരുന്നു. ആ ഫ്ലോ ട്രംപിന്റെ ഒരു 50% താരിഫോട് കൂടി ഒന്ന് ബ്രേക്ക് ചെയ്ത് അത് ഡൈവേർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ തള്ളപ്പെട്ടു. നമ്മളിപ്പം ചെമ്മീനൊക്കെ നമ്മളിപ്പം ഈസ്റ്റ് ഏഷ്യ സൈഡിലാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. തായ്ലാന്റ്, മലേഷ്യ, സിംഗപ്പൂർ ആ ഏരിയയിലാണ് നമ്മളിപ്പം ഈ ഒരു ചെമ്മീൻ്റെ മാർക്കറ്റൊക്കെ നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, അടുത്ത അതായത് Q3 തേർഡ് ക്വാർട്ടറിൽ നമുക്ക് ഈ ഒരു അഗ്രികൾച്ചർ മേഖലയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഇതിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. 3.5% എന്നുള്ളത് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ സന്തോഷിക്കാം, ആ രീതിയിലുള്ള ഒരു ഗ്രോത്ത് തന്നെയാണ്. ഇപ്പം GDP ഗ്രോത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ചിലർ പ്രത്യേകിച്ച് വന്നിട്ട് എഴുതുന്നുണ്ട്, എന്താണ് പെർ ക്യാപിറ്റ GDP. ഈ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, ഒരു തുല്യത വരുത്തണം എന്നുണ്ടെങ്കിൽ ചില മേഖലകളിൽ കൃത്യമായിട്ട് നമ്മൾ ചില സ്ഥലങ്ങളിൽ ടാക്സ് ഉയർത്തേണ്ടതുണ്ട്, ചില സ്ഥലങ്ങളിലേക്ക് ഇൻകം ടാക്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇൻകം ടാക്സ് കുറയ്ക്കേണ്ടതുണ്ട്. അതേപോലെ ചില സ്ഥലങ്ങളിൽ വേജസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അതായത് സാലറിയിൽ ഉണ്ടാകുന്ന ഒരു മിനിമം വേജസ്, ആ മിനിമം വേജസ് നിജപ്പെടുത്തേണ്ടതുണ്ട്. അതിലുപരിയായിട്ട് ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ GDP മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഗ്രോത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മാനുഫാക്ചറിംഗ് മേഖല പുഷ്ടിപ്പെടുന്നെങ്കിൽ അതിനകത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതിലൂടെ കുറച്ച് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എങ്കിൽ തീർച്ചയായിട്ടും ജോലിക്കുള്ള അവസരങ്ങളും കൂടി അവിടെ കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ജോലി സാധ്യത കൂടുന്ന സമയത്ത് നമുക്ക് എന്താണ് സംഭവിക്കേണ്ടത്? ജോലിക്കുള്ള അവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക്
ചില റെഗുലേഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതേപോലെ ഈ മിനിമം വേജസ് പ്രൊട്ടക്ഷൻ, അങ്ങനത്തെ ചില പരിപാടികളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പെർ ക്യാപിറ്റ ഇൻകമിൽ നമുക്ക് കൂടുതലായിട്ട് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ അത് ഉടനെ സാധിക്കില്ല, അത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സ്. അപ്പോൾ എന്തായാലും ഇന്ത്യക്ക് ഇന്നൊരു നല്ലൊരു ദിവസം തന്നെയാണ്. തീർച്ചയായിട്ടും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ 8.2% ഒന്നും അല്ല ഇന്ത്യയുടെ GDP, ശരിക്കും ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ആവേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാനുള്ളത്, ഇന്ത്യയുടെ GDP ഗ്രോത്തും കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും ചിലര് നമ്മുടെ നാട്ടിൽ കുടിക്കാൻ വെള്ളമില്ല, പിന്നെ പട്ടിണിയാണ്, ദാരിദ്ര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അമേരിക്കയിലും ഭിക്ഷാടനമുണ്ട് എന്ന് പറഞ്ഞിട്ട് അമേരിക്ക മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവുക. ആ മുന്നോട്ട് പോകുന്ന സമയത്ത് രാജ്യം ഉയർന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ആയിക്കോളും. എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് മാത്രമേ നമുക്ക് മറ്റുള്ള രാജ്യ പുരോഗതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി മറ്റുള്ള വാർത്തകളിലേക്ക് നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ശ്രീലങ്കയിൽ ഡിറ്റ്വ എന്ന് പറഞ്ഞ ഒരു സൈക്ലോൺ, ചുഴലിക്കാറ്റ് അങ്ങ് അടിച്ച് തകർക്കാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് തന്നെ അവിടെ പെരുമഴയാണ്. 400 mm ആണ് മഴ ഇപ്പോൾ ഇതുവരെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇതിനകത്ത് കുറേ വീഡിയോ ഫുട്ടേജ് ഞാൻ ആഡ് ചെയ്യാം. അതായത് ദുരന്തം രാത്രി മുതൽ, അതായത് ഈ ഫ്ലഡ് ഇങ്ങനെ അടിച്ച് അങ്ങ് ഇരച്ച് കയറി വരികയാണ്. അതോടൊപ്പം തെങ്ങിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ കയറിയിരുന്ന് ഓവർനൈറ്റ് സ്റ്റേ ചെയ്യുകയാണ് തെങ്ങിൻ്റെ മുകളിൽ. എന്നിട്ട് ഹെലികോപ്റ്റർ കൊണ്ടുപോയി റെസ്ക്യൂ ചെയ്യുന്ന സാഹചര്യമാണ്. ഇന്ത്യയുടെ ടീം അവിടെ റെസ്ക്യൂ മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ തായ്ലാൻഡ്, വിയറ്റ്നാം ആ ഭാഗത്തോട്ടാണ് 3 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെയാണ് നാശം വിധിച്ചിരുന്നത്. അതിൽ നിന്നും ഇങ്ങനെ കറങ്ങി വരികയാണ്. അപ്പോൾ ശ്രീലങ്കയിൽ ഇന്നലെ വൈകുന്നേരമാണ് ശ്രീലങ്കയിൽ എത്തിയത്. അപ്പം ശ്രീലങ്കയെ ഇപ്പോൾ അത് ഒരു വിധത്തിൽ തുലച്ച് കൈ കൊടുത്തിരിക്കുകയാണ്. 56 പേര് ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ട്, 21 പേരെ കാണാനില്ല. പിന്നെ നിരവധി വീടുകൾ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മണ്ണൊലിപ്പ്, അതിനെ തുടർന്ന് ഈ വെള്ളപ്പൊക്കം. ഈ രീതിയിൽ ശ്രീലങ്ക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഐലൻഡാണ്. അപ്പോൾ ഇക്കരയിലൂടെ കയറി അക്കരയിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് വാഷ് ചെയ്ത് കളയാണ്. ശ്രീലങ്കയെ അങ്ങ് കഴുകി ഇറക്കുകയാണ്. ഡിറ്റ്വ എന്ന് പറഞ്ഞ ഈ ഒരു ചുഴലിക്കാറ്റും ഈ പേമാരിയും. ഹണ്ടി, മത്തഴി എന്നൊക്കെ പറഞ്ഞ 2 ഏരിയകളാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ളത്. പിന്നെ ഇത് നേരെ ഇനിയിപ്പം തമിഴ്നാട്ടിലേക്ക് ടച്ച് ചെയ്യുന്നുണ്ട്. രാമനാഥപുരം, അതേപോലെ ശിവഗംഗൈ, തിരുനെൽവേലി ഡിസ്ട്രിക്റ്റുകളെല്ലാം തന്നെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കേരളത്തിൽ തിരുവനന്തപുരം ജില്ല അഫക്റ്റ് ചെയ്യപ്പെടും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ കടന്നു പോകും എന്നാണ് പറയുന്നത്. അതിലുപരിയായിട്ട് ചെന്നൈയിലൊക്കെ ഇത് ടച്ച് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത് കവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്, കേരള, ഇത് രണ്ടും തന്നെ ആന്ധ്രയിലെ കുറച്ച് ഭാഗങ്ങൾ, ഈ ഏരിയയിലൊക്കെ നല്ല രീതിയിലുള്ള മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യക്കുള്ളിൽ എത്തുമ്പോൾ ഇതിന്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് 7 to 10 കിലോമീറ്റർ ആ ഒരു സ്പീഡ് റേഞ്ച് ആണ് പറയുന്നത്. അത് വലിയ രീതിയിൽ നാശം വിതയ്ക്കത്തില്ല, എന്നാലും ഇച്ചിരി സൂക്ഷിച്ചും കണ്ടൊക്കെ ഇരിക്കുക എന്നുള്ളത്. വീടിന്റെ മേൽക്കൂരയൊക്കെ പൊക്കി എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ടാൻസാനിയയെ കുറിച്ചുള്ള ഒരു വാർത്ത നമ്മൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേറ്റും കൂടെ ഉണ്ട്. അതിനൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ഷൻ നടത്തിയ ഒരു ലേഡി പൊതുജനങ്ങളുടെ പ്ലാസ്റ്റിക് തമ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയി വോട്ട് രേഖപ്പെടുത്തിയതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ മാസീവായിട്ടുള്ള 98% ഭൂരിപക്ഷത്തോടു കൂടി അവർ വിജയിച്ചു എന്നുള്ള ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ പേര് സാമിയ സുലുഹു ഹസൻ എന്നാണ്. നിങ്ങൾ ഷോർട്ട് ഫോം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സുലു എന്ന് വിളിക്കുക. അപ്പോൾ ഈ സുലു എന്ന് പറഞ്ഞ ഇവർ ഇപ്പോൾ പ്രസിഡന്റായിട്ട് ഇന്ന് അവർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്തിപ്പോൾ കസേരയിലിരുന്നു. ഇനിയിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ചാർട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. ഇതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോണം എന്തുകൊണ്ടാണ് അവിടെ ജനങ്ങൾ പ്രതിഷേധം ഉണ്ടാക്കിയത്, അവിടെ ഒരുപാട് പേര് കൊല്ലപ്പെട്ടത്, വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് അവിടെ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞതിൻ്റെ തെളിവാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന ചാർട്ട്. ഫൈനാൻഷ്യൽ മിനിസ്റ്റർ സ്വന്തം സഹോദരൻ, ഹെൽത്ത് മിനിസ്റ്റർ സൺ ഇൻ ലോ, മരുമോനാണ് ഹെൽത്ത് മിനിസ്റ്റർ, ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഡോട്ടർ, അവരുടെ മക്കളിൽ ഒരാൾ, ഒരു മോള് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, രണ്ടാമത്തെ മോൾക്ക് അടുത്ത് വേറൊരു സ്പെഷ്യൽ മിനിസ്റ്റർ എന്ന് പറഞ്ഞുള്ള ഒരു സീറ്റ്, നമ്മളുടെ വിപ്പ് സീറ്റ് എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ ഒരു വിപ്പ് പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഡിഫൻസ് മിനിസ്റ്ററാണ് ഇതിലെല്ലാം കോമഡി. അതായത് അവരുടെ ഫാമിലിയുമായിട്ട് അടുപ്പമുള്ള, അവരുടെ ഫാമിലിക്ക് വേണ്ടി മാരേജ് ബ്രോക്കറിംഗ് ചെയ്തിരുന്ന, അവരുടെ ഫാമിലിയുമായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയാണ് ഡിഫൻസ് മിനിസ്റ്റർ. അതായത് ഇവരടി എന്ന് പറഞ്ഞാൽ അടിക്കണം, ഇവരെല്ലാം അവനെ വെടിവെക്കുന്ന പറഞ്ഞാൽ വെടിവെക്കണം. അങ്ങനത്തെ ടീമിനെയാണ് ഡിഫൻസ് മിനിസ്റ്ററായിട്ട് ആക്കിയിരിക്കുന്നത്. പിന്നെ ഡെപ്യൂട്ടി വർക്ക് മിനിസ്റ്റർ, അത് ഇവരുടെ വീട്ടിൽ ജോലിക്കാരിയായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു അകന്ന ബന്ധുവാണ്. അതായത് അവരുടെ ബന്ധം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീസാണ്. ഇപ്പോൾ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർക്കാണ് ഈ പൊസിഷൻ മൊത്തം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഈ പൊതുജനങ്ങൾ ഇവർക്കെതിരെ ഇത്രമാത്രം പ്രതിഷേധം ഉണ്ടാക്കിയത്. പക്ഷേ എന്നിട്ടും പ്രയോജനമുണ്ടായില്ല. പ്രതിഷേധം ഒരു സൈഡിൽ നടന്നു, ഇവർ ഡീസൻ്റായി പ്ലാസ്റ്റിക് തമ്പുണ്ടാക്കി പൊതുജനങ്ങളുടെ മൊത്തം വോട്ട് രേഖപ്പെടുത്തി ഇവർ വിജയിച്ച് കസേരയിലിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ സുലുചേച്ചി ടാൻസാനിയയിലെ പ്രസിഡന്റായിട്ട് തുടരുകയാണ്. ഇതാണ് ടാൻസാനിയയിലെ അവസ്ഥ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.